പിന്നെ സാറിൻ്റെ ഈ ജീവിതകാലത്തിൽ ഈ ഒരു വർക്ക്മാൻഷിപ്പ് ഒരു ജോലിക്കാരനായി ജോയിൻ ചെയ്ത് പിന്നെ ഉയർന്നു ഒരു വലിയൊരു പൊസിഷനിൽ ഇപ്പോൾ ഇന്ന് നിൽക്കുന്നുണ്ട്. പ്ലസ് യു ആർ എ ബിസിനസ് മാൻ ഓൾസോ. ഈ രണ്ടിലും ഒരു വ്യക്തിക്ക് ആവശ്യമുള്ള കാര്യം എന്താണ്? ബിക്കോസ് ലൈക്ക് ഒരു തൊഴിൽ ചെയ്യുമ്പോൾ എന്തെങ്കിലും ഒരു കമ്മിറ്റ്മെൻറ്റ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പോളിസി നമ്മൾ അഡോപ്റ്റ് ചെയ്യണം. അത് ചെയ്താൽ മാത്രമേ നമുക്ക് അങ്ങോട്ട് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. ഇതാണ് ഞാൻ പറഞ്ഞത്, നേരത്തെ പറഞ്ഞില്ലയോ, ഒന്നാമത് വാച്ച് നോക്കാതെ ജോലി ചെയ്യുക, ടൈം നോക്കാതെ ജോലി ചെയ്യുക. ഇപ്പം നമ്മൾ ഇപ്പോൾ 9 മണിക്ക് ഓഫീസിൽ അല്ലെങ്കിൽ 10 മണിക്ക് ഓഫീസിൽ കയറുക, വൈകിട്ട് 6 മണിക്ക് തിരിച്ച് വീട്ടിൽ പോകുക, അങ്ങനെയല്ല. നമ്മുടെ കിട്ടിയിരിക്കുന്ന വർക്ക് അത് കംപ്ലീറ്റ് ചെയ്തിട്ട് നാളത്തെ കൂട്ടുള്ളത് ഇപ്പം നമ്മുടെ അവിടെ ചെയ്തിട്ട് പോകാനുള്ള ഒരു മനസ്സിൽ കാണിക്കുക, അതാണ് ഇമ്പോർട്ടന്റ്. ഓക്കെ. പിന്നെ ഡെഡിക്കേഷൻ, സത്യസന്ധതയായിട്ട് തീർച്ചയായിട്ടും. അതായത് ഇപ്പോൾ ഒരു നമ്മുടെ ബോസ് സീനിയർ ആരാന്ന് വെച്ചാൽ അവരുടെ മനസ്സ് നമ്മൾ ജയിക്കണം തീർച്ചയായിട്ടും. അപ്പോഴേ അവർ അടുത്ത പോസ്റ്റ് നമുക്ക് തരത്തുള്ളൂ മുന്നോട്ട്. ചിലപ്പോൾ നമ്മൾ ക്ലർക്കായിട്ട് ജോലി ചെയ്യോ, അല്ലെങ്കിൽ ക്യാഷറായിട്ട് ജോലി ചെയ്യാം, ചില മാനേജറോ അല്ലെ അഡ്മിനിസ്ട്രേറ്ററോ ആകാൻ, അല്ലെങ്കിൽ ഒരു ബിസിനസ് ചെയ്യുന്നതിൻ്റെ ഒരു റേറ്റ് ഫൈനൽ ചെയ്യാനുള്ള ഡിസിഷൻ പവർ തരണമെങ്കിൽ അത്ര ആ മുതലാളിയുടെ മനസ്സ് ജയിച്ചിരിക്കണം. അപ്പോഴാ മുതലാളി ചെയ്തുകൊണ്ടിരിക്കുന്ന പണി നമുക്ക് തരും. ആ മനസ്സ് ജയിക്കണമെന്നുണ്ടെങ്കിൽ ജോലി അല്ല, പല പല വിശ്വാസം, ജോലി, ഹാർഡ് വർക്ക്, ടൈം. ആ ടൈം നോക്കരുത്. 9 മണിക്ക് എത്താന്ന് 8:45 എത്താൻ നോക്കും, 9:10 എത്തരുത്. അതെല്ലാവരും പോകുന്നത് 9 മണി ഇറങ്ങാൻ 10 മിനിറ്റ് കൊണ്ട് എത്താമല്ലോ, 9 മിനിറ്റ് 10 മിനിറ്റ് അങ്ങനല്ല, 8:45 അവിടെ എത്തി കഴിയുക. ഇല്ലെങ്കിലും കറക്റ്റ് 9 മണിക്കെങ്കിലും അവിടെ എത്തിയിരിക്കണം. ശരി. സോ ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് എല്ലാവരും ഫോളോ ചെയ്യേണ്ട ഒരു കാര്യമാണ്. തീർച്ചയായിട്ടും എല്ലാവരും അങ്ങനെ ഫോളോ ചെയ്തവർ ആരും ഇതുവരെ ഫെയിൽ ആയിട്ടില്ല. അതിനൊരു ബെസ്റ്റ് എക്സാമ്പിൾ ആണ് ഇദ്ദേഹം. പിന്നെ സാറിന്റെ ഈ ജോലിയുടെയും ഈ ബിസിനസിന്റെ തിരക്കിന്റെ ഇടയിൽ എന്തെങ്കിലും പൊതുപ്രവർത്തനം എന്തെങ്കിലും ചെയ്യുന്നുണ്ട്? പൊതുപ്രവർത്തനത്തിന് എനിക്ക് ഒരുപാട് നല്ല നല്ല ഓഫർ വന്നിട്ടുണ്ട്, നമ്മൾ അറിഞ്ഞുകൊണ്ട്. കാരണം പോയി കഴിഞ്ഞാൽ നമുക്കത് കംപ്ലീറ്റ് ചെയ്യാനുള്ള ഇതില്ല. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് ഇപ്പോൾ തന്നെ ഫോർ എക്സാമ്പിൾ ശബരിമല അയ്യപ്പൻ്റെ അമ്പലം ഇവിടെ പാണ്ഡ്യശ്ശേരിയിലുണ്ട്, സൂറത്തിൽ. ആ അയ്യപ്പൻ്റെ അമ്പലത്തിലേക്ക് എന്നെ കൊണ്ട് കഴിയാവുന്ന കുറേ സേവാ സമിതിയിൽ ഇപ്പം എന്നെ കൊണ്ട് കഴിയാവുന്ന കുറേ ഹെൽപ്പൊക്കെ അവിടെ ചെയ്തിട്ടുണ്ട്. പിന്നെ അത് കൂടാതെ പിന്നെ അവരെല്ലാവരും കൂടി എന്നെ ക്ഷണിച്ച് ഇവിടെ ജോയിൻറ്റ് സെക്രട്ടറി ആയിട്ടുള്ള സാധനം ഞാൻ ഏറ്റെടുക്കുകയാണ്. എങ്കിലും അത് കംപ്ലീറ്റ് ഒന്നും എനിക്ക് ചെയ്യാൻ ഇപ്പോഴും ആകുന്നില്ല. അപ്പോൾ അവർക്കറിയാം, അതുകൊണ്ട് കോപ്പറേറ്റ് ചെയ്ത് പോകുന്നത്. കാരണം ഈ ജോലിയും ബിസിനസ്സും പിന്നെ പൊതുപ്രവർത്തനം കൂടെ ഒന്നിച്ച് നടക്കത്തില്ല. അപ്പോൾ അത് അങ്ങനെയുള്ള ഒരു പോസ്റ്റ് വേറൊരു വ്യക്തിക്ക് കൊടുത്താൽ ആ വ്യക്തി ഫ്രീ ആയിട്ടുള്ള ഒരു വ്യക്തി അവരത് ചെയ്യും, അവർക്കൊരു സന്തോഷവും. ഞാനിപ്പോഴും തന്നെ ആഗ്രഹിക്കുന്നു. ശരിയാണ്. പിന്നെ ഇതല്ലാതെ വേറെ ഏതെങ്കിലും പൊതുപ്രവർത്തനം, വേറെ ഏതെങ്കിലും അസോസിയേഷനിലെ മെമ്പർ? അസോസിയേഷൻ ഇവിടെ സമിതി സ്കൂളുണ്ട്, അതിൻ്റെ ഒരു പാറ്റേൺ മെമ്പർ ആയിട്ടുണ്ട്. ഇറങ്ങി പ്രവർത്തിച്ചുള്ള ചെയ്യാനുള്ളതൊന്നും നമുക്ക് സമയമില്ല മെയിനായിട്ടുള്ള കാര്യങ്ങൾ. പിന്നെ ഈ ഒരു നല്ല മനുഷ്യന്റെ ജീവിതത്തിൽ എന്നാണ് കല്യാണം എന്ന് പറഞ്ഞ ഒരു ദിവസം വരുന്നത്? ഏത് വർഷമായിരുന്നു കല്യാണം? അതെനിക്കിപ്പോൾ ശരിക്കും പറഞ്ഞാൽ 82 തോന്നുന്നത്, ഓർമ്മയില്ല. 80-ലാണ് കല്യാണം. 80-ല്. ഓക്കെ. വൈഫിന്റെ പേര് ശ്രീകുമാരി. ഓക്കെ. അത് കഴിഞ്ഞിട്ട് അവരുടെ സപ്പോർട്ട് എങ്ങനെ ഉണ്ടായിരുന്നു നിങ്ങളുടെ ജീവിതത്തിൽ? സപ്പോർട്ട് ഇപ്പൊ ഇതൊക്കെ ഇത് പറഞ്ഞു വരുമ്പോൾ ഇതിനകത്ത് ഇച്ചിരിയുടെ വഴിത്തിരിവ് വേറെ വരുന്നുണ്ട്, പറയാമല്ലോ? പറയാം. കാരണം പിന്നെ ഞാൻ 80-ൽ കല്യാണം കഴിച്ചു. ഞങ്ങൾ ഇവിടെ സൂറത്തിൽ തന്നെ ജീവിച്ച് അങ്ങനെ ഒരു പിന്നെ വൈഫും ഞാനുമായിട്ട് അന്നൊരു ചെറിയ മിസ്അണ്ടർസ്റ്റാൻഡിങ്ങിൽ ഞങ്ങൾ ഡിവൈഡായി. അങ്ങനെ പിന്നെ രണ്ടാമത് ഒരു കുട്ടി, 2 കുട്ടിയായിരുന്നു, മോനും ഒരു മോളും. അത് കഴിഞ്ഞ് ഞങ്ങൾ ഡിവൈഡായി. ചെറിയൊരു മിസ്അണ്ടർസ്റ്റാൻഡിങ് അങ്ങോട്ടും ഇങ്ങോട്ടും. അപ്പോൾ അവരും വാശി പിടിച്ച്, ഞാനും വാശി പിടിച്ച്, അങ്ങനെ അതങ്ങ് ഒരു ചെറിയ ഡിസ്പ്യൂട്ടിലായി. ഡൈവേഴ്സൊന്നും ആയിട്ടില്ല. അങ്ങനെ അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ പിന്നെ വീട്ടുകാരുടെയും എല്ലാവരുടെയും നിർബന്ധപ്രകാരം അതൊരു 10 വർഷത്തോളം ഞാൻ പിന്നെ വീണ്ടും ബാച്ചിലറായിട്ട് തന്നെ സൂറത്തിൽ ജീവിച്ചു. അങ്ങനെ ഒരു സമയത്താണ് പിന്നെ വേറൊരു വിവാഹം പിന്നെ ഇത് വന്ന് ഒരു പിന്നെ ഇതാണ് വൈഫ്. പേര് പ്രസന്ന, പിന്നെ തൃശ്ശൂർ, മറ്റേത് കായംകുളം. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ ഇവിടെ ഒരു കുട്ടിയുണ്ട്, അവിടെ മോള്, ഇവിടെ മോനിവിടെ ഉണ്ട്. മോടെ കല്യാണം ഒക്കെ കഴിച്ചു വിട്ടു. കോയമ്പത്തൂരാണ്, വെൽ സെറ്റിലാണ്. കോയമ്പത്തൂർ വീടൊക്കെ നാട്ടിലും പണിഞ്ഞു കൊടുത്ത് എല്ലാം. അവരും വൈഫ് അവിടെ ഉണ്ട്, ഇവിടുത്തെ വൈഫ് ഇവിടെ ഉണ്ട്. പിന്നെ ഇവർ 2 പേരും ഞങ്ങളെല്ലാം ഒന്നിച്ച് സഹകരിച്ചാണ് ജീവിക്കുന്നത്. ഇപ്പോഴടുത്ത് തന്നെയാണ് മോൻ്റെ കല്യാണം കഴിഞ്ഞ് ആ ഫീൽഡിലും ഇതുവരെയും പ്രശ്നം വന്നത്. സോ വളരെ സന്തോഷകരമായ ഒരു കാര്യമാണ്. ബിക്കോസ് ഒരു ഫാമിലിയിൽ ഇത്രയും ഡിസ്പ്യൂട്ട് ഉണ്ടായിരുന്നു, അതിനെല്ലാം കോംപ്രമൈസിൽ വന്ന് എല്ലാവരും വളരെ കോംപ്രമൈസോടെ കൂടി കഴിയുന്നു. എന്തായിരുന്നാലും ഒരു നല്ല ജീവിതം നയിക്കുന്ന ഈ വ്യക്തി നമ്മുടെ കേരള പ്രേക്ഷകർക്ക് എന്താ പറയാനുള്ളത്? എന്താണ് അഡ്വൈസ് കൊടുക്കാനുള്ളത്?
ഇതിപ്പോൾ ഈ നല്ല വ്യക്തി എന്ന് പറഞ്ഞു വരുമ്പോൾ ഈ കല്യാണത്തിൻ്റെ ഇത് വന്നു കഴിയുമ്പോൾ അവിടെ എനിക്കൊരിതുണ്ട്. ഇതുവരെ എൻ്റെ കുടുംബത്തങ്ങൾ 2 കല്യാണം നടന്നിട്ടില്ല. പിന്നെ ഇങ്ങനെ ഉണ്ടായിപ്പോയി. അതും അൺഎക്സ്പെക്റ്റഡ് എൻ്റെ ലൈഫിൽ എന്തോ ഒരു ചേഞ്ചിലായിരിക്കാം. പിന്നെ ഇവർ വന്നതിന് ശേഷം എനിക്ക് ഒരുപാട് ചേഞ്ച് ഉണ്ടായിട്ടുമുണ്ട്. എങ്കിലും ഞാൻ പിന്നെയും പറയുകയാണ്, ഇത് ഇനി ആരും ആവർത്തിക്കാതിരിക്കുന്നത് നല്ലതായിരിക്കും. അത് പിന്നെ വേറൊരു കാര്യം, എനിക്ക് ദൈവത്തിൻ്റെ ഈ പിന്നെ അനുഗ്രഹത്താലും എനിക്ക് അതിനുള്ള ഇൻകം ഉണ്ടായി കൊണ്ട് എനിക്ക് എല്ലാവരും ഈക്വലായിട്ട് ഡീൽ ചെയ്യാൻ കഴിയുന്നു. അതില്ലാത്ത ഒരാളാണെങ്കിൽ ഒന്നിലോട്ടേ പോകത്തുള്ളൂ തീർച്ചയായിട്ടും. എന്തായിരുന്നാലും ഇത്രയും എവിടെയോ ചെല്ലാൻ നിൽക്കുന്ന നിങ്ങളെ തന്നെ ഞങ്ങൾ പിടിച്ചു വെച്ചിപ്പോൾ ഇവിടെ ഇന്റർവ്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഈ തിരക്കിൻ്റെ ഇടയിലും വളരെ പേഷ്യൻ്റോട് കൂടി ഞങ്ങൾക്ക് വെയിറ്റ് ചെയ്തിട്ട് നല്ലൊരു ഞങ്ങൾ ഹോസ്പിറ്റാലിറ്റിയോട് കൂടി ഇൻവൈറ്റ് ചെയ്തിട്ട് ഇത്രയും നേരം നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി നല്ല നല്ല നിങ്ങളുടെ ജീവിതത്തിൻ്റെ കഥകൾ അല്ലെങ്കിൽ നിങ്ങൾ കടന്നു വന്ന ഇത്രയും വളരെ ബുദ്ധിമുട്ടുള്ള ഒരു സാഹചര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തതിന് വളരെ നന്ദി സാർ. നന്ദി, നമസ്കാരം. സോ ഇന്നത്തെ ഈ എപ്പിസോഡിൽ കെ രാജൻ സാർ പറഞ്ഞ കാര്യം തീർച്ചയായിട്ടും മനസ്സിൽ കരുതി കാണുമെന്ന് വിചാരിക്കുന്നു. അദ്ദേഹം പറഞ്ഞത് ടൈംലെസ് ജോബ്. നമ്മൾ ഡ്യൂട്ടിക്ക് ചെല്ലുമ്പോൾ സമയം നോക്കാതെ നമ്മൾ ജോലി ചെയ്യണം. അതുമാതിരി തന്നെ നമ്മുടെ മുകളിലുള്ള ആൾക്കാർ, നമ്മുടെ സീനിയേഴ്സ്, അദ്ദേഹത്തിൻ്റെ മനസ്സ് കാണണം, അല്ലെങ്കിൽ നമ്മുടെ ജോബ് കൂടി അത് ചെയ്യുക. തീർച്ചയായിട്ടും നല്ലൊരു ഹാർഡ് വർക്കോട് കൂടി ജോബ് ചെയ്യുകയാണെങ്കിൽ ജോബായാലും ബിസിനസ് ആയാലും സക്സസ് ആകും എന്നാണ് അദ്ദേഹവും പറയുന്നത്. സോ കീപ് ഓൾ ദീസ് തിങ്സ് ഇൻ യുവർ മൈൻഡ് ആൻഡ് മേ ലൈഫ് ബി സോ ബ്യൂട്ടിഫുൾ ആസ് എവർ. സോ തീർച്ചയായിട്ടും ഇങ്ങനത്തെ ഒരു എപ്പിസോഡിൽ ഞാൻ നിങ്ങളെ മീറ്റ് ചെയ്യാണ്. ആൻഡ് ദെൻ ഇറ്റ്സ് മീ സ്മിത സൈനിങ് ഓഫ്. ടേക്ക് കെയർ. സോ ഇന്നത്തെ ഈ എപ്പിസോഡിന്റെ ചോദ്യം ഇതാണ്: മലയാള ഭാഷയുടെ പിതാവ് ആരാണ്? ഹു ഈസ് ദ ഫാദർ ഓഫ് മലയാളം ലാംഗ്വേജ്? ഈ ചോദ്യത്തിന് ശരി ഉത്തരം ഇനി പറയുന്ന ഫോൺ നമ്പറിലേക്ക് വിളിച്ച് അറിയിക്കുക. നന്ദി. ഞങ്ങളെ വിളിക്കേണ്ട ഫോൺ നമ്പർ 0484231778 അല്ലെങ്കിൽ 83. ഫോൺ നമ്പർ ഒരിക്കൽ കൂടി 0484231778 അല്ലെങ്കിൽ 83.